ദി ഗൗരവ് തിവാരി മിസ്റ്ററി എന്ന വെബ് സീരീസ് പുറത്തെത്തിയോടെ വീണ്ടും ചർച്ചകളില് നിറയുന്ന പേരാണ് ഗൗരവ് തിവാരി. ഒരു കാലത്ത് രാജ്യത്തെയൊട്ടാകെ ഇളക്കിമറിച്ച പേരുകാരൻ. എന്നാല് പെട്ടെന്നൊരു ദിവസം അകാലത്തില് മരണപ്പെടുന്നു. ഇപ്പോഴും ഈ ചെറുപ്പക്കാരന്റെ മരണം ഉത്തരമില്ലാത്ത ചോദ്യമായി നിലകൊള്ളുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അംഗീകൃത പാരാനോർമല് ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്നു ഗൗരവ് തിവാരി. പ്രേതം, ആത്മാക്കള് തുടങ്ങി ശാസ്ത്രത്തിന്റെ വിശദീകരണത്തിന് അപ്പുറമുള്ള അമാനുഷിക ശക്തികളെക്കുറിച്ചുള്ള അനുഭവങ്ങളും സംഭവങ്ങളുമൊക്കെയാണ് പാരാനോർമൽ ആക്ടിവിറ്റികളിൽ ഉൾപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നയാളാണ് പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ. പ്രേതബാധയുള്ള സ്ഥലങ്ങളില് പര്യവേക്ഷണം നടത്തി ശാസ്ത്രത്തെ ഉപയോഗിച്ച് അന്ധവിശ്വാസങ്ങളെ പൊളിച്ചെഴുതുന്നതിലൂടെ പ്രശസ്തനായ വ്യക്തിയാണ് ഗൗരവ്. 1984 ഡൽഹിയിലാണ് ഗൗരവ് ജനിച്ചത്. സ്കൂള് വിദ്യാഭ്യാസത്തിനുശേഷം സിംഗപ്പൂരില് നിന്ന് പൈലറ്റ് പരിശീലനം പൂർത്തിയാക്കി. തുടർന്ന് ഫ്ലോറിഡയിൽ എത്തിച്ചേർന്നു. 2007 അവിടത്തെ താമസത്തിനിടെ ഗൗരവും സഹതാമസക്കാരും അസാധാരണ ശബ്ദങ്ങളും മറ്റും കേൾക്കാനിടയായതാണ് ജീവിതത്തില് വഴിത്തിരിവായത്. മന്ത്രണങ്ങള്, കാൽച്ചുവടിന്റെ ശബ്ദങ്ങള്, ഒരു പെൺകുട്ടിയുടെ രൂപം ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്നതുമെല്ലാം ഗൗരവിൽ ഉദ്വേഗമുണർത്തി. ഇതിന് ശാസ്ത്രീയ കാരണങ്ങള് കണ്ടെത്തണമെന്ന് ഗൗരവ് ഉറപ്പിച്ചു. ഇതേ കാലയളവില് തന്നെ ഗൗരവ് മെറ്റാഫിസിക്കല് പഠനവും ആരംഭിച്ചു. തുടർന്ന് മെറ്റാഫിസിക്കല് ചർച്ച് ഓഫ് ഹ്യൂമാനിസ്റ്റിക് സയൻസിന്റെ നിയുക്ത ശുശ്രൂഷകനായി മാറി. പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ, UFO ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ എന്നിവയില് സർട്ടിഫിക്കറ്റും നേടി. 2009 ഇന്ത്യയില് തിരിച്ചെത്തിയ ഗൗരവ് ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റിക്ക് IPS രൂപം നൽകി. പ്രേതബാധ പോലുള്ള അമാനുഷിക കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണം നടത്തുന്ന രാജ്യത്തെ ആദ്യ സ്ഥാപനമാണിത്. അന്ധവിശ്വാസങ്ങളെയും ആചാരാധിഷ്ഠിത ഭയത്തെയും നിരാകരിച്ച അദ്ദേഹം EMF, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് റീഡിംഗുകള്, ശബ്ദ മാപ്പിംഗ്, പാരിസ്ഥിതിക ഘടകങ്ങള്, ഇൻഫ്രാസൗണ്ട്, കെമിക്കല് എക്സ്പോഷർ, മാനസിക പ്രതികരണങ്ങള് എന്നിവക്കാണ് മുൻഗണന നൽകിയത്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കിടെ ഗൗരവും സംഘവും ബാൻഗഡ് ഫോർട്ട്, മുകേഷ് മിൽസ് മുതല് വീടുകള്, സ്ഥാപനങ്ങള്, ഉപേക്ഷിക്കപ്പെട്ട വ്യാവസായിക സ്ഥലങ്ങള് വരെ 6000-ത്തിലധികം പ്രേതബാധയുള്ളതായി പറയപ്പെടുന്ന സ്ഥലങ്ങള് പരിശോധിച്ചതായാണ് റിപ്പോർട്ട്. ഇൻഫ്രാസൗണ്ട്, ഭ്രമം, മാനസിക സമ്മർദ്ദം, കാർബൺ മോണോക്സൈഡ് ഏൽക്കുന്നത് എന്നിവയിലൂടെ കടന്നുപോകുന്നവർക്കാണ് കൂടുതലും അമാനുഷിക അനുഭവങ്ങളുണ്ടാകുന്നതെന്നായിരുന്നു ഗൗരവിന്റെയും സംഘത്തിന്റെയും കൂടുതല് കണ്ടെത്തലുകളും. ഫുൾ സ്പെക്ട്രം ക്യാമറകള് പോലുള്ള നൂതന ഉപകരണങ്ങൾ IPSന് ലഭ്യമായിരുന്നിട്ടും ഗൗരവിന്റെ നിഗമനങ്ങളായിരുന്നു കൂടുതലും മുഖവിലക്കെടുത്തിരുന്നത്. ഹോണ്ടഡ് വീക്കെൻഡ്സ് വിത്ത് സണ്ണി ലിയോണ്, ബൂത്ത് ആയ, ഫിയർ ഫൈലസ്, METV ടിക്കറ്റ്, METV ഗേൾസ് നൈറ്റ് ഔട്ട് തുടങ്ങി അനേകം റിയാലിറ്റി ഷോകളിലും ഗൗരവ് പങ്കെടുത്തിരുന്നു. ഇതിലൂടെ ശാസ്ത്രീയമായ രീതിയിലെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷനുകളെക്കുറിച്ച് അവബോധം വളർത്താനും ഗൗരവ് സഹായിച്ചു. ഡിസംബർ 16, ടാങ്കോ ചാർലി തുടങ്ങിയ സിനിമകളിലും ഗൗരവ് പ്രത്യക്ഷപ്പെട്ടു. മരണത്തിന്റെ അവസാന നാളുകളില് പശ്ചിമ ഡൽഹിയിലെ ജനക്പുരിയില് ഒരു ചെറുപ്പക്കാരിയെ വിവിധ പ്രേതങ്ങള് ബാധിച്ചതായുള്ള കേസിനെക്കുറിച്ചായിരുന്നു ഗൗരവ് അന്വേഷണം നടത്തിയിരുന്നത്. അസ്വസ്ഥത അനുഭവപ്പെടുന്നതായും നെഗറ്റീവ് ശക്തി ബാധിക്കുന്നതായും ഗൗരവ് പറഞ്ഞതായും ബന്ധുക്കള് പറയുന്നു. 2016 ജൂലൈ 7 ദ്വാരകയിലുള്ള അപ്പാർട്ട്മെന്റിലെ കുളിമുറിയില് ഗൗരവിനെ മരിച്ച നിലയില് കണ്ടെത്തുകയായിരുന്നു. 31 വയസ്സായിരുന്നു പ്രായം. വലിയ ശബ്ദം കേട്ടെത്തിയ വീട്ടുകാർ ശക്തിയായി വാതില് വലിച്ചു തുറന്നപ്പോൾ ഗൗരവിനെ അനക്കമറ്റ നിലയില് കണ്ടെത്തുകയായിരുന്നു. കഴുത്തിന് ചുറ്റുമായി കറുത്ത വരയുമുണ്ടായിരുന്നു. ഗൗരവിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നുവെന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയില്ലെന്നും ബന്ധുക്കള് പറഞ്ഞു. എന്നാല് ഗൗരവിന്റേത് തൂങ്ങിമരണമാണെന്നാണ് പോലീസ് പിന്നീട് വ്യക്തമാക്കിയത്. വ്യക്തിപരമായ പ്രശ്നങ്ങളും സമ്മർദ്ദവുമാണ് മരണകാരണമെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഇതിനെ കുടുംബം എതിർത്തു. മരണത്തിന് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം വിവാഹിതനായതും ആത്മഹത്യാക്കുറിപ്പിന്റെ അഭാവം സജീവമായ പ്രൊഫഷണൽ ജീവിതവുമാണ് ഇതിന് ആധാരമായി കുടുംബം ചൂണ്ടിക്കാട്ടിയത്. മരിച്ച് 8 വർഷത്തിലേറെയായിട്ടും ഗൗരവ് തിവാരിയുടെ മരണം ഇന്നും ഉത്തരില്ലാത്ത ഒന്നായി തുടരുന്നു.